മഹേഷ് റൂമിലേക്ക് വരുമ്പോൾ വൈഗ ധരിച്ചിരുന്ന സെറ്റും മുണ്ടും മാറ്റി മറ്റൊരു സാരി ധരിച്ചിട്ടുണ്ട്. മഹേഷ് നെറ്റിയിൽ അമർത്തിയൊന്ന് തടവി. നീ എങ്ങോട്ടാ? ഹാൻഡ് ബാഗ് കയ്യിലെടുത്തപ്പോൾ മഹേഷ് അവളുടെ കയ്യിൽ പിടിച്ച് മെല്ലെ ചോദിച്ചു. എനിക്കെൻ്റെ അനുജത്തിമാരെ കാണണം. മഹേഷ് ഏട്ടൻ അറിയാമോ, ഇവിടെ വന്ന് 2 മാസമായി. എന്നെ ഇതുവരെ വീട്ടിലൊന്ന് പോകാൻ അനുവദിച്ചോ? വിവാഹത്തിന് മുന്നേ പറഞ്ഞതല്ലേ മഹേഷ് ഏട്ടാ, അവിടെ ഇവിടെയായി മാറി നിന്നോളാൻ. എന്നിട്ട് വൈകിയുടെ ശബ്ദമിടറി. വിതുമ്പലടക്കാൻ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. വൈകിക്കിപ്പോൾ എന്താ വേണ്ടത്? വീട്ടിൽ പോകണം. ഞാനും വരാം. പറയുന്നതിനൊപ്പം മഹേഷ് ധരിച്ചിരുന്ന ടീഷർട്ട് തലവഴി വലിച്ചൂരി ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. വൈകിക്ക് വിശ്വസിക്കാനായില്ല. വാഷ്റൂമിൻ്റെ ഡോർ അടയുന്നത് വരെ അവന് പിന്നാലെ മിഴികൾ പിൻവലിക്കാതെ നോക്കി നിന്നുപോയി. ആഭരണങ്ങളൊക്കെ എന്തിനാ തിരികെ കൊടുത്തത്? തലതുടച്ചിറങ്ങി വന്ന മഹേഷ് തന്നെയാണോ ചോദിക്കുന്നതെന്നറിയാൻ ഹാൻഡ് ബാഗ് മടിയിൽ വെച്ച് ബെഡിലിരുന്ന വൈഗ അവനെ ഉറ്റുനോക്കി. മറുപടിയൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ മഹേഷ് മുഖം മാത്രം തിരിച്ചവളെ നോക്കി. അതൊക്കെ ഞാൻ വാങ്ങിയത് തന്നെയാ. അവളതൊന്നും ഉപയോഗിക്കുന്നു പോലുമില്ല. തൻ്റെ അമ്മാവൻ വിവാഹത്തിന് ആവശ്യമായ പണവും സ്വർണവും ആവശ്യപ്പെട്ടപ്പോൾ വെറുതെ ലോക്കറിലിരിക്കുമല്ലേ എന്നും പറഞ്ഞെടുത്തതാ. മഹേഷ് ഏട്ടന് ശരിക്കും എന്നെ ഇഷ്ടമാണോ? അതോ? അവൻ പറയുന്നതൊന്നും കാര്യമാക്കാതെ മറുചോദ്യം ചോദിക്കുമ്പോഴും അവൾക്ക് വിശ്വസിക്കാനായില്ല. മഹേഷിൻ്റെ സംസാരവും പെരുമാറ്റവും ഒന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. ഉപദ്രവിക്കുമോ എന്നൊരു ഭയം. അതോ? ബാക്കി പറ. അവൾക്കരികിൽ വന്ന മഹേഷ് താടിത്തുമ്പിൽ പിടിച്ചവളുടെ മുഖം ഉയർത്തി മെല്ലെ ചോദിച്ചു. പേടിയാ മഹേഷിട്ടാ, എന്നെ ഉപദ്രവിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ എല്ലാം. കരയാതെ. തനിക്കറിയില്ല എൻ്റെ പ്രശ്നം. ഞാൻ മാറാൻ ശ്രമിക്കാം. നമുക്കൊരുമിച്ച് നാളെ ഡോക്ടറെ കാണാൻ പോവാം. എന്താ? 3-4 മാസമായി ആ വഴി പോയിട്ടേ. കബോർഡിന് നേരെ നടന്നുകൊണ്ട് അവൻ പറഞ്ഞ് ഷർട്ടും ജീൻസും എടുത്ത് ധരിച്ചു. വൈകിട്ട് തന്നെ തിരികെ പോരണം കേട്ടോ. ഇലക്ഷൻ അല്ലേ, നല്ല തിരക്കാ. കുറേ എഴുതാനും വീട് കയറാനും ഒക്കെയുണ്ട്. മുഖം മങ്ങിയെങ്കിലും അവളത് സമ്മതിച്ചു. ഇങ്ങനെ പോലും പ്രതീക്ഷിച്ചതല്ല. റെഡിയായി അവൾക്കൊപ്പം തന്നെ താഴേക്കിറങ്ങി. ഞങ്ങൾ വൈകിയുടെ വീട് വരെ പോവുക. ആരും പോയിട്ട് വാ എന്നൊരു മൂളലായിപ്പോലും മറുപടി നൽകിയില്ല. വെറുതെ ഇരുന്നവരും കാറിലേക്ക് കയറുന്നത് നോക്കി അവിടെ നിന്നു. മഹേഷ് ഏട്ടൻ എൻ്റെ മുന്നിൽ അഭിനയിക്കുവാണോ? ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല അവൾക്ക്. എന്തേ അങ്ങനെ തോന്നിയോ? പണമില്ല, അപ്പനും അമ്മയും ഇല്ല, വിദ്യാഭ്യാസമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെപ്പോലെ ഒരുത്തിയെ എന്തിനാ വിവാഹം കഴിച്ചത്? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന്. തനിക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയിക്കൂടായിരുന്നോ? വൈഗ മറുപടി പറഞ്ഞില്ല. പിന്നെ എന്തൊക്കെയോ അവനോട് അവൾക്ക് ചോദിക്കണമെന്നുണ്ട്. പൂർണ്ണമായി വിശ്വാസമില്ല. വിവാഹാലോചനകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്തിന്? വിവാഹം വരെ എത്തി മുടങ്ങിപ്പോയിട്ടുണ്ട്. എൻ്റെ ഈ സ്വഭാവം തന്നെ പ്രശ്നം. ചില സമയം എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല വൈഗ. തൻ്റെ അമ്മാവൻ്റെ മോൾ രാഗിയുടെ ആലോചനയാണ് ബ്രോക്കർ പറഞ്ഞത്. എന്നെപ്പറ്റിയെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ തൻ്റെ അമ്മാവന് സമ്മതമല്ലെന്ന് പറഞ്ഞു. പിന്നെ തൻ്റെ അമ്മാവൻ തന്നെയാ തൻ്റെ ആലോചന കൊണ്ടുവന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ടോ? മഹേഷിൻ്റെ മുഖത്ത് നോക്കാതെ മിഴികൾ ചിമ്മി ചിമ്മി അടച്ച് കണ്ണുനീരിനെ ഒളിപ്പിക്കാൻ അവളൊരു പാഴ്ശ്രമം നടത്തി. പണവും സ്വർണവും കൊടുത്തു. മാളിയേക്കാരുടെ തറവാടിന് യോജിച്ച പെണ്ണല്ല ഞാൻ, അല്ലേ? മഹേഷ് മറുപടി പറഞ്ഞില്ല. അവൻ വെറുതെയാണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. എനിക്ക് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട മഹേഷ് ഏട്ടാ. സന്തോഷത്തോടെ സ്നേഹത്തോടെയുള്ള ഒരു ജീവിതം മതി. മകന് ഞാൻ ചേരില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നിക്കാണും. അച്ഛൻ പിന്നെ സംസാരിക്കാറേ ഇല്ല. രാവിലെ താൻ തൊഴുത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിന്നെ തൊട്ട് അങ്ങോട്ട് കാണാറേ ഇല്ല. മഹിമ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. ദേവകിയമ്മ മുഖത്ത് നോക്കി പറയാതെ ഓരോന്ന് മുറുമുറുത്തോണ്ട് നടക്കും. ഞാൻ മാറാൻ ശ്രമിക്കാം വൈഗ.
കേട്ടുവെങ്കിലും കേൾക്കാത്ത പോലെ പുറത്തേക്ക് നോക്കി വൈകിയിരുന്നു. കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ നിശബ്ദത ഇരുവർക്കുമിടയിൽ തളം കെട്ടിക്കിടന്നിരുന്നു. ഞാൻ ജോലിക്ക് പോകും മഹേഷേട്ടാ. അല്പനേരത്തെ മൗനത്തിന് ശേഷം വൈഗ പറഞ്ഞു. അങ്ങനെയുള്ള വാശിയൊന്നും വേണ്ട വൈഗ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ല മഹേഷേട്ടാ. നിന്റെ ആവശ്യങ്ങളൊക്കെ ന്യായമാണെങ്കിൽ ഞാൻ നടത്തിത്തരും. പുച്ഛത്തോടെ അവളുടെ ചുണ്ടൊരു വശത്തേക്ക് കൂടി. വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ മാസം ഉപയോഗിക്കാനുള്ള സാനിറ്ററി നാപ്കിൻ ഒക്കെ കരുതിയിരുന്നു. കഴിഞ്ഞ മാസം വാങ്ങാൻ മഹേഷേട്ടനെ ഓർമ്മിപ്പിച്ചപ്പോൾ നൽകിയ മറുപടി അവൾ ഓർത്തു. ഞാൻ ഇത്ര സാധനങ്ങളൊന്നും വാങ്ങില്ല, നാണക്കേട്. അല്ലെ തന്നെ മാസം മാസം ഇതിനു വേണ്ടി തന്നെ രൂപ എടുക്കുമ്പോൾ ഒരു വർഷം നീ ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. വല്ല തുണിയോ മറ്റോ ഉപയോഗിക്കുക. കഴുകിയെടുത്ത് വീണ്ടും ഉപയോഗിക്കാമല്ലോ എന്ന്. ബിന്ദു ചേച്ചിയെ കണ്ട് ചിട്ടി പിടിച്ച പണം വാങ്ങണം, ഭാവയുടെ കയ്യിൽ ഏൽപ്പിക്കണം. വൈഗ കണക്ക് കൂട്ടി. ഞാൻ മാറാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്ന് കരുതി എല്ലാം എന്നെ കൊണ്ടങ്ങ് അനുസരിപ്പിച്ചേക്കാമെന്ന് കരുതരുതേ. ആലോചനയോടെ ഇരിക്കുന്നവളെ മഹേഷ് പാളി നോക്കി. അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവളുടെ മുഖം പിടിച്ച് ബലമായി തൻ്റെ നേരെ തിരിച്ചു. കേട്ടോ മഹേഷേട്ടാ. വൈഗയുടെ മുഖത്തേക്ക് നോക്കി ഡ്രൈവ് ചെയ്ത മഹേഷിൻ്റെ അശ്രദ്ധ കൊണ്ട് പെട്ടെന്ന് കാർ എതിരെ വന്നൊരു കാറിൽ ചെന്നിടിച്ചു. എതിരെ വരുന്ന കാറ് കണ്ടതേ വൈഗ പെട്ടെന്ന് വിളിച്ചുവെങ്കിലും കാർ മുന്നിലേക്ക് പാഞ്ഞിരുന്നു. വൈഗയുടെ നെറ്റി ഇടിച്ചു. വേദന കൊണ്ട് അവൾ നെറ്റി അമർത്തി പിടിച്ചു. ഡാ! തെറ്റ് തൻ്റെ ഭാഗത്തായിട്ടും കാറിൽ നിന്നും മഹേഷ് ചാടിയിറങ്ങി എതിരെ വന്ന കാറുകാരൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. മഹേഷേട്ടാ വേണ്ട. മഹേഷിനെ തടഞ്ഞില്ലേൽ ഉറപ്പായും വലിയ വഴക്ക് നടക്കും. തെറ്റ് തങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആദ്യമായതുകൊണ്ട് തന്നെ ഭയം കൊണ്ട് അവളുടെ ശരീരം വിറച്ചു. പിന്നാലെ വേഗം ഡോർ തുറന്നിറങ്ങിച്ചെന്ന വൈകിയുടെ കാലുകൾ കാറിൽ നിന്നിറങ്ങുന്നവനെ കണ്ട് നിശ്ചലമായി. അലക്സ്. വൈകിയുടെ അതരങ്ങൾ മെല്ലെ ചലിച്ചു. ഡോ, എവിടെ നോക്കിയോടാ പുല്ലെ വണ്ടി ഓടിക്കുന്നത്? അലക്സിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മഹേഷ് അലറി. അലക്സ് വൈകിയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അവളുടെ നെറ്റിയിൽ നിന്നും ചോര പൊടിക്കുന്നുണ്ട്. മഹേഷിൻ്റെ കൈ തട്ടിമാറ്റി അലക്സ് അരികിലേക്ക് വരുന്ന കണ്ട് വൈഗ ഭയത്തോടെ ഉമിനീരിറക്കി. പോക്കറ്റിൽ നിന്നും വെള്ളക്കർച്ചീഫ് എടുത്ത് അലക്സ് അവളുടെ നെറ്റിയിലെ മുറിവിലൊപ്പി. പകപ്പോടെ വൈഗ മുഖം ഉയർത്തി നോക്കുമ്പോൾ തൻ്റെ മുഖത്ത് തറഞ്ഞിരിക്കുന്നവൻ്റെ മിഴികളെ നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. ഡാ! മഹേഷ് പാഞ്ഞു വന്ന് പിന്നിലൂടെ അലക്സിൻ്റെ ഷോൾഡറിൽ കൈവച്ചു ബലമായി പിടിച്ചു തിരിച്ചു. നടുറോഡിൽ വെച്ച് എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ ചേറ്റെ. ജയിക്കാൻ എന്തും വിളിച്ചു പറയുന്ന മനുഷ്യനായി പിറന്നവനോട് വെറുപ്പ് തോന്നി അവൾക്ക്. മുന്നിലരുതെന്ന് കേഴുന്ന പെണ്ണിൻ്റെ മിഴികളെ കണ്ടില്ലെന്ന് നടിക്കാൻ അലക്സിനായില്ല. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ഞാൻ നിന്റെ ശരീരത്ത് തൊടുമ്പോൾ മാത്രം നിനക്ക് താല്പര്യമില്ല. വഴിയെ പോകുന്ന കണ്ടവനൊക്കെ മുന്നിൽ നിന്നു കൊടുക്കാൻ എന്താടി നിന്റെ മിടുക്ക് പിഴച്ച. പറഞ്ഞു തീരുന്നതിന് മുന്നേ അലക്സിൻ്റെ കൈ ശക്തിയോടെ മഹേഷിൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. കൈ കുടഞ്ഞുകൊണ്ട് അലക്സ് തീക്ഷ്ണമായിരുന്ന ഓട്ടം മഹേഷിനെ നോക്കി. ഡാ! നീ എൻ്റെ ദേഹത്ത് കൈവെക്കുന്നോടാ മോനെ. തൻ്റെ നേരെ മുഷ്ടി ചുരുട്ടി പാഞ്ഞു വന്നവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് മുട്ടുകാല് മടക്കി അടിവയറ്റിൽ കൊടുത്തുവന്ന്. കിട്ടിയ ഇടിയിൽ വയറും പൊത്തിപ്പിടിച്ച് നിലത്തേക്ക് ഇരുന്നു പോയി മഹേഷ്. ഡാ നായിൻ്റെ മോനെ, എനിക്കിട്ട് കയറി ഉണ്ടാക്കിയിട്ട് എൻ്റെ മണ്ടയിലോട്ട് കയറാൻ വന്നാണ്ടല്ലോ പന്ന മോനെ, തീർത്ത് കളയും നിന്നെ ഞാൻ. അലക്സ് മുരണ്ടു. നീ ഏതവനാടാ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. മഹേഷേട്ടാ വേണ്ട. എഴുന്നേറ്റ് വീണ്ടും ചെല്ലുന്നവനെ വൈഗ പിടിച്ചു വെച്ചു. മാറി നിക്കടി മോളെ. അലക്സിനോടുള്ള ദേഷ്യത്തിൽ വൈഗയുടെ കവിളിൽ മഹേഷ് ആഞ്ഞടിച്ചു. നിന്നെപ്പോലെ ഭാഗ്യം കെട്ട ഒരുത്തിയുടെ കൂടെ ഇറങ്ങി തിരിച്ചതിൻ്റെ ഫലമാ. ചുറ്റും ആളുകൾ കൂടി. പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ആക്സിഡൻറ്റിൻ്റെ ലക്ഷണവും വാക്കേറ്റവും കണ്ട് വാഹനങ്ങൾ നിർത്തി ആളുകൾ ചുറ്റും കൂടി. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോടാ? മഹേഷ് കാലുയർത്തി അലക്സിൻ്റെ നെഞ്ചിലൊരു ചവിട്ട് കൊടുത്തു. പെട്ടെന്നായതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ അലക്സിന് കഴിഞ്ഞില്ല. മഹേഷിനെ നോക്കി ഊറിച്ചിരിച്ചുകൊണ്ട് നെഞ്ചിലെ പൊടി ഇടം കൈ കൊണ്ട് തട്ടിക്കളഞ്ഞു. നീ ഏത് മറ്റവനായാലും എനിക്കൊരു കോപ്പുമില്ലടാ. അലക്സിനെ നിനക്ക് ശരിക്കറിയില്ല. പറഞ്ഞുകൊണ്ട് മഹേഷിനെ പിന്നിലേക്ക് ശക്തിയായി തള്ളി. നിലത്തേക്ക് അടിച്ചു വീണവൻ്റെ അടിനാവി കലങ്ങും വരെ ദേഷ്യം അടക്കാനാവാതെ
അലക്സ് തൻ്റെ ഷൂ ധരിച്ച കാലുകൊണ്ട് പ്രഹരിച്ചു. തന്നെ പിടിച്ചു മാറ്റാൻ വന്നവരുടെ നേരെ അലക്സ് വിരൽ ചൂണ്ടി നിർത്തി. വേണ്ട, മതി, നിർത്താൻ. താൻ പറഞ്ഞിട്ടും കേൾക്കാതെ ചവിട്ടുന്നവനെ ദേഷ്യത്തോടെ പിടിച്ചു മാറ്റാൻ വൈക നോക്കി. അവളെ ദേഷ്യത്തോടെ നോക്കി കാല് പിന്നിലേക്ക് വലിച്ച് മഹേഷിനരികിലായി കുനിഞ്ഞിരുന്നു. അവന് മാത്രം കേൾക്കാൻ പാകത്തിന് എന്തോ പറഞ്ഞുകൊണ്ട് കാറിന് നേരെ നടക്കുമ്പോൾ മഹേഷിന് നേരെ അലക്സ് വിരൽ ചൂണ്ടി ചലിപ്പിച്ചു. മഹേഷ് ഏട്ടാ, മാറി നിക്കടി. നല്ലത് കിട്ടി, അവൻ്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. കാറിൻ്റെ മുൻവശം തീർന്നു. ഒരു ഓട്ടോക്കാരൻ പറഞ്ഞ് ആട്ടോയിലേക്ക് കയറുമ്പോൾ അമർഷത്തോടെ മഹേഷ് കാറിലേക്ക് കയറി. അയ്യോ എൻ്റെ മോനെ, എന്താടാ, എന്താ പറ്റിയത്? മാറി നിൽക്കാം കേട്ടോ. അമ്മയുടെ കൈ തട്ടിമാറ്റി മഹേഷ് അകത്തേക്ക് കയറി. എന്താടി, നീ എൻ്റെ ചെറുക്കനെ കൊല്ലാൻ കൊണ്ടുപോയതാണോ? കാർ ആക്സിഡൻ്റ് ആയതാ. ഭാഗ്യക്കെട്ട നിന്റെ കൂടെ വന്നതുകൊണ്ടാ എൻ്റെ കുഞ്ഞിന്. എന്താ അമ്മേ, എന്തു പറ്റി ഏട്ടത്തി നെറ്റിക്ക്? അമ്മയുടെ ബഹളം കേട്ട് മഹിമ നീഹാരയെ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നതാണ്. കാറൊന്ന് ആക്സിഡൻ്റ് ആയതാ പറഞ്ഞിട്ട് വൈക റൂമിലേക്ക് കയറിപ്പോയി. അവളെ കാത്തുന്ന പോലെ ഇരുന്ന മഹേഷ് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഏതാടി അവൻ? ഇത്രയും കിട്ടിയിട്ടും ഇയാൾക്ക് മതിയായില്ലേ? ഇയാളൊന്നും ഒരിക്കലും നന്നാവുകയില്ല. എന്ത് കള്ളം പറയാമെന്ന് ആലോചിക്കാവും. എനിക്കറിയില്ല മഹേഷേട്ടാ. പിന്നെ എന്നാ തിന്നാനാടി അവന് മുന്നിൽ നിന്ന് കൊടുത്തത്? അത്രയ്ക്കങ്ങ് സൂചിച്ചു പോയോ അവൻ തൊട്ടപ്പോൾ? മഹേഷേട്ടാ, എൻ്റെ നേരെ കിടന്ന് തുള്ളുന്നോ നീ? കഴുത്തിൽ മഹേഷിൻ്റെ വിരലുകൾ അമർത്തിഞ്ഞിരിക്കുമ്പോഴും വൈക പ്രതികരിച്ചില്ല. അലക്സ് പറഞ്ഞ വാക്കുകൾ മഹേഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. വൈക കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൊല്ലുന്നേൽ കൊല്ലട്ടെ എന്ന് തന്നെ കരുതി. ശ്വാസത്തിനു വേണ്ടി അവൾ പിടയുന്ന കണ്ടപ്പോഴാണ് മഹേഷ് അവളെ ബെഡിലേക്ക് തള്ളിയത്. ശരീരത്തിൻ്റെ വേദന മഹേഷ് കടിച്ചമർത്തി. ഡോർ വലിച്ചു തുറന്ന് ശക്തിയായി അടച്ച് അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. എങ്ങോട്ടാ? സ്റ്റെയർ കയറി മുകളിലേക്ക് വരുന്ന മഹിമയോട് ഗർവോടെ അവൻ ചോദിച്ചു. മഹിമ തലകുനിച്ച് തിരിച്ചിറങ്ങി. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോകരുത്, അവിടെ കിടക്കട്ടെ. എന്താടാ, എന്താ നിനക്ക്? ഇവിടെ കൊണ്ടുവന്നിട്ട് തല്ലിക്കൊല്ലാനാണോ നിനക്ക് ആ പെണ്ണിനെ കെട്ടിച്ചു തന്നത്? മാധവൻ മുരണ്ടു. കണ്ടവൻ്റെയൊക്കെ വിഴുപ്പ് ചുമക്കാനും മാത്രം മണ്ടനല്ല ഞാൻ. നിനക്കെന്താ മഹി, ഭ്രാന്താണോ? പെണ്ണ് കെട്ടിയാലെങ്കിലും നിന്റെ സ്വഭാവം കുറച്ചെങ്കിലും മാറുമെന്ന് കരുതി. അതെ, എനിക്ക് ഭ്രാന്താ. ഏതു നേരത്താണ് കണ്ട കുപ്പത്തൊട്ടിൽ കിടന്ന സാധനത്തിനെയൊക്കെ എടുത്ത് തലയിൽ ചുമക്കട്ട വന്നത്. മഹി, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അവൻ്റെ കരിനീലിച്ച കവിളും കോലവും കണ്ട് ദേവകിയമ്മ ആദിയോട് പറഞ്ഞു. വേണ്ട, ഈ വേദനയുടെ വീര്യം എനിക്കറിയണം. എങ്കിലേ തിരികെ കൊടുക്കുന്നതിനും അതേ വീര്യം കാണും. നിന്നെ ആരെങ്കിലും തല്ലിയോ? പറ മഹി. മാധവൻ മഹിയുടെ തോളിൽ കൈവച്ചു. ഇന്ന് വഴിയെ പോയ ഒരുത്തൻ എന്തോ ഒന്ന് പറഞ്ഞെന്നറിയാമോ? അലക്സിൻ്റെ മുഖം ചെവിക്കരികിലേക്ക് അടുപ്പിച്ചു വന്ന നിമിഷം ഓർത്ത് മഹേഷ് ഒന്ന് വിരണ്ടു. ഇനി നിന്റെ കൈകൾ അവളുടെ ദേഹത്ത് അവളെ സ്നേഹിക്കാനല്ലാതെ പതിച്ചാൽ ആ കൈ ഞാനിങ്ങെടുക്കും. അവൾക്കവനെ അറിയാം. അവൾ അവനെ കൊണ്ട് തല്ലിച്ചിട്ട് നോക്കി നിന്ന് രസിച്ചു. വഴിയെ പോയി ഒരുത്തൻ വെറുതെ വന്നങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അവളെ ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം.